ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ബേക്കറിയിലെ ചില പലഹാരങ്ങൾ ക്യാൻസർ വരെ വന്നേക്കും. കൃത്രിമ നിറക്കൂട്ടുകൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധനവും ഉപയോഗിക്കുന്നവർക്കെതിരെ വൻ പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കടകളിൽ പരിശോധന കൃത്യമായി നടത്താത്തതിനാൽ ഉപയോഗത്തിൽ ഒരു കുറവുമില്ലെന്ന് ആക്ഷേപം. ടാർട്രാസൈൻ, അമരന്ത്, സൺസെറ്റ് യെല്ലോ, അല്ലുറ റെഡ്, കീനോലിൻ യെല്ലോ, ബ്രില്യന്റ് ബ്ലൂ, ഇൻഡിയോ കാർമൽ എന്നിവയാണ് സാധാരണ ഈ ഭക്ഷണത്തിൽ ചേർക്കുന്ന നിറങ്ങൾ. ഇവ അനുവദനീയമായ അളവിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കൃത്രിമ നിറങ്ങളടങ്ങിയ ഭക്ഷണം പതിവായി കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളിൽ സ്വാഭാവിക വൈകല്യങ്ങൾ, വിഷാദം, ഉത്കണ്ഠ എന്നിവയ്ക്ക് പുറമെ ക്യാൻസറിനും ആസ്മയ്ക്കും കാരണമാകും. ബേക്കറികളിൽ ഏറെ വിൽക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുവായ മിക്സ്ചറിൽ അനുവദനീയമല്ലാത്ത നിറം ചേർക്കൽ വ്യാപകമായതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ടാർട്രസിൻ മിക്സ്ചറുകളിൽ മിക്ക ബേക്കറികളിലും ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. മിക്സ്ചറുകളിൽ മഞ്ഞ നിറത്തിനായാണ് ഇത് ഉപയോഗിക്കുന്നത്. 88% ഭക്ഷണ സാമ്പിളിലും അനുവദനീയമായ അളവിലും കൂടുതൽ സിന്തറ്റിക് നിറങ്ങൾ അടങ്ങിയതായാണ് ഫുഡ് സേഫ്റ്റി വിഭാഗം നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ. ഇന്ത്യയിൽ 8 കൃത്രിമ നിറങ്ങളാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. നിറ കൂടുതലിനൊപ്പം രുചിക്കായി മറ്റു രാസവസ്തുക്കൾ ചേർക്കുന്നതായാണ് കണ്ടെത്തൽ. ഇനി നിറങ്ങൾ വ്യാപകമായി ചേർക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി, കുഴിമന്തി, ഷവായ, ഷവർമ, അൽഫാം, ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ, ഫിഷ് ഫ്രൈ, ബീഫ് ഫ്രൈ എന്നിവയൊക്കെയാണ്. ബേക്കറി ഉൽപ്പന്നങ്ങളായ ചിപ്സ്, റസ്ക്, ബേബി റസ്ക് മിക്സ്ചറിൽ ടാർട്രസിൻ, കാർമോയിസിൻ പോലുള്ള ഭക്ഷണങ്ങളിലും കൃത്രിമ നിറങ്ങൾ വ്യാപകമായാണ് ചേർക്കുന്നത്. ലഡു, ജിലേബി പോലുള്ളവയിൽ 10 കിലോയിൽ 1 ഗ്രാം കൃത്രിമ നിറം മാത്രം ചേർക്കാനാണ് അനുവാദം. നിറത്തിന്റെ കുറവ് കച്ചവടം കുറയ്ക്കുമെന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളും വ്യാപകമായാണ് നിറങ്ങൾ ചേർക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് ബേക്കറി പലഹാരങ്ങൾ. അപ്പൊ മേടിച്ച് കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.